ശ്രീരംഗപട്ടണത്തിലേക്കാണ്. ടിപ്പുവിൻ്റെ നാടായ ശ്രീരംഗപട്ടണത്തിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഒറ്റ ദിവസം കൊണ്ട് സഞ്ചരിക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ, അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ശ്രീരംഗപട്ടണ കാഴ്ചകളൊക്കെ കണ്ടാലോ. ബാംഗ്ലൂരിൽ നിന്ന് ഒരു 2.5 മണിക്കൂർ യാത്ര ചെയ്താൽ ശ്രീരംഗപട്ടണത്തിലേക്ക് എത്തിച്ചേരാം. മൈസൂരിൽ നിന്നും ഒരു അരമണിക്കൂർ യാത്ര. ഇത് ബാംഗ്ലൂർ ഗേറ്റ് ആണ് കേട്ടോ. ചരിത്രപ്രധാനമായ ഈ ഗേറ്റ് ശ്രീരംഗപട്ടണത്തിലേക്കുള്ള പ്രവേശന കവാടമായി ഉപയോഗിക്കുന്നു. ഞങ്ങൾ ആദ്യം പോയത് ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പുരാതന ക്ഷേത്രം 5 പ്രധാന വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നാണ്. രാവിലെ 7:30 മുതൽ 1 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ 8:30 വരെയുമാണ് ക്ഷേത്ര സന്ദർശന സമയം. ഈ ക്ഷേത്രത്തിൻ്റെ പേരിൽ നിന്നാണ് ഈ പട്ടണത്തിന് ശ്രീരംഗപട്ടണം എന്ന പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. ഗംഗാ രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്ന തിരുമലയെയാണ് AD 984 ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രത്തിനടുത്ത് ഒരു തകർന്ന കെട്ടിടം കാണാം. ചെരുപ്പുകളൊക്കെ സൂക്ഷിക്കുന്നതിന് ക്ഷേത്രത്തിന് മുന്നിൽ ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ബാഗ്, തൊപ്പികളൊക്കെ വിൽക്കുന്ന ഒരുപാട് ചെറിയ കടകൾ ക്ഷേത്രത്തിന് മുന്നിൽ കാണാമായിരുന്നു. ഇവിടെ നിന്നൊരു 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ടിപ്പു സമ്മർ പാലസിലേക്ക് എത്താം. ദാരിയ ദൗലത് ബാഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ എൻട്രി ഫീ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 20 രൂപ. ഇവിടെ നമ്മുടെ ID ഒക്കെ രജിസ്റ്റർ ചെയ്ത് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്താണ് അകത്തേക്ക് കടക്കാൻ കഴിയുക. നമ്മൾ വരുന്ന ഏരിയ ഒക്കെ ഇവിടെ നിന്ന് സെക്യൂരിറ്റി നോട്ട് ചെയ്യുന്നുണ്ട്. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറിയാൽ മനോഹരമായ പൂന്തോട്ടത്തിനുള്ളിൽ ചതുരാകൃതിയിൽ നിർമ്മിച്ച കൊട്ടാരം കാണാം. ഇന്തോ സാർസനിക് വാസ്തുവിദ്യയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കൊട്ടാരം ടിപ്പുവിൻ്റെ പ്രിയപ്പെട്ട വിശ്രമ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു. 1784 സ്ഥാപിതമായ ഈ കൊട്ടാരത്തിന് 1959 ദേശീയ സ്മാരക പദവി ലഭിച്ചു. വെറും 13 കിലോമീറ്റർ ചുറ്റളവിൽ എന്തെല്ലാം കാഴ്ചകളാണ്! കോട്ടകൾ, പള്ളികൾ, ക്ഷേത്രങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങി ഒട്ടനവധി കാഴ്ചകളാണ് ശ്രീരംഗപട്ടണത്തിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. കൊട്ടാരത്തിനുള്ളിൽ ടിപ്പുവിനെക്കുറിച്ചും അദ്ദേഹം നടത്തിയ യുദ്ധങ്ങളുടെ ചരിത്രങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊട്ടാരത്തിലെ വാളുകളിലെ പെയിൻറ്റിങ് എടുത്തു പറയേണ്ട കാഴ്ചകളാണ്. ടിപ്പുവിൻ്റെ വാള്, തോക്ക്, കടാര തുടങ്ങിയ ആയുധങ്ങളും അദ്ദേഹം ഉപയോഗിച്ച ഇരിപ്പിടങ്ങൾ, അന്നത്തെ നാണയങ്ങൾ, ടിപ്പുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും ചിത്രങ്ങൾ തുടങ്ങിയൊക്കെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ കാണുന്ന ഉദ്യാനമാണ്. വളരെ മനോഹരമാണ് കേട്ടോ ഈ ഉദ്യാനത്തിൽ എനിക്ക് വളരെ കൗതുകകരമായി തോന്നിയത് ഈ ഒരു പഴയ ആൽമരമായിരുന്നു. ഇവിടെ നിന്നും ഒരു 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കേണൽ ബെയ്ലി ഡങ്കനിലേക്ക് എത്താം. ഇത് അണ്ടർഗ്രൗണ്ട് ജയിലാണ്. ടിപ്പു സുൽത്താനും അദ്ദേഹത്തിൻ്റെ പിതാവ് ഹൈദരലിയും നടത്തിയ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ പിടിക്കപ്പെട്ട എല്ലാ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയും തടവിലാക്കിയിരുന്ന ജയിൽ. മനുഷ്യത്വരഹിതമായ സാഹചര്യങ്ങൾ സഹിക്കാൻ കഴിയാതെ 1782 ഈ സ്ഥലത്ത് വെച്ച് മരിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കേണൽ വില്യം ബെയ്ലി ആയിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് ഈ തടവറയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേര് നൽകിയതെന്നാണ് പറയപ്പെടുന്നത്. ഇതേപോലെ കൈകൾ ബന്ധിച്ച് കഴുത്തുവരെ വെള്ളത്തിൽ മുക്കി നിർത്തുമായിരുന്നു. ഇതിന് ബാക്ക് സൈഡിൽ കാവേരി റിവർ ആയിരുന്നു. അവിടുത്തെ വെള്ളം ഇവിടേക്ക് നിറച്ചാണ് ഇതുപോലുള്ള മൃഗീയ ശിക്ഷാരീതികൾ നടപ്പിലാക്കിയിരുന്നത്. ജയിലിൻ്റെ മധ്യത്തിൽ ഒരു വലിയ പീരങ്കിയൊക്കെ ഇപ്പോഴും വെച്ചിട്ടുണ്ട്. ബാക്ക് സൈഡിൽ കാവേരി നദി ഒഴുകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതും കൂടെ കണ്ടിട്ട് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. പോകുന്ന വഴിയിലായിരുന്നു ജമാ മസ്ജിദ്. ഞങ്ങൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. ടിപ്പുവിൻ്റെ വളരെ പ്രിയപ്പെട്ട ഈ മസ്ജിദ് ഇന്ന് ദേശീയ പ്രാധാന്യമുള്ള ഒരു സ്മാരകമാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഇത്. ടിപ്പുവിൻ്റെ ഭരണകാലത്ത് 1786-87 കാലഘട്ടത്തിലാണ് മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഹൈവേ റോഡിൽ 1804 നിർമ്മിച്ച ഒരു പുരാതന കൽപ്പാലമുണ്ടെന്നറിഞ്ഞു. അവിടേക്കാണ് ഇനി ഞങ്ങളുടെ യാത്ര. വെല്ലസ്ലി പാലം. കൽത്തൂണുകളും കോർബലുകളും കൊണ്ടാണ് ഈ ശക്തമായ പാലം നിർമ്മിച്ചിരിക്കുന്നത്.
200 വർഷത്തിലേറെ നീണ്ട ഗതാഗതക്കുരുക്കിനെയും കാവേരി നദിയിലെ വെള്ളപ്പൊക്കത്തെയും അതിജീവിച്ച് ഇപ്പോഴും നിലനിൽക്കുന്നു. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ രംഗനത്തിട്ട ബേർഡ് സാഞ്ചുറിയിലേക്ക് എത്താം. അകത്തേക്ക് കയറാൻ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 75 രൂപയാണ്, കുട്ടികൾക്ക് 25 രൂപ. ടൈമിംഗ് 9 മണി മുതൽ 6 വരെയാണ്. പാർക്കിംഗ് ചാർജസ് ഉണ്ട് 60 രൂപ. കാവേരി നദിയിലുള്ള 6 ചെറിയ തുരുത്തുകൾ ചേർന്നതാണ് ഈ പക്ഷി സങ്കേതം. അതുകൊണ്ട് തന്നെ ചെറിയ ബോട്ടിൽ പോയി നമുക്ക് പക്ഷികളെ നിരീക്ഷിക്കാം. ബോട്ടിംഗ് ചാർജ് 75 രൂപയാണ്. എൻട്രി ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ബോട്ടിംഗ് ടിക്കറ്റും കൂടെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടേക്ക് വന്നാൽ ബോട്ടിംഗ് മിസ്സാക്കരുതേ. അതാണ് ഇവിടുത്തെ പ്രത്യേകതയും ഭംഗിയും. കൂടാതെ പാർക്കിനകത്ത് പക്ഷി നിരീക്ഷണത്തിനായി പ്രത്യേകം വ്യൂ പോയിന്റുകൾ അവർ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഗുംബസിലേക്കാണ് തിരിച്ചത്. 5 കിലോമീറ്റർ. ടിപ്പു സുൽത്താൻ, അദ്ദേഹത്തിൻ്റെ മാതാവ്, പിതാവ് തുടങ്ങിയവരുടെ ശവകുടീരങ്ങൾ ഇവിടെയാണ്. ഇവിടെ എൻട്രി ഫീ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഗുംബസിൻ്റെ മുന്നിൽ ഒരുപാട് കുതിര സവാരിക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാൾക്ക് 100 രൂപ എന്ന് പറഞ്ഞാണ് ഞങ്ങൾ കയറിയത്. തിരിച്ചു വന്നപ്പോൾ 200 വേണം, മുതിർന്നവർക്ക് കുട്ടിക്ക് 100 വേണം എന്നൊക്കെ പറഞ്ഞു. അവർ ഞങ്ങളിൽ നിന്ന് വാങ്ങിച്ചു. പിന്നീട് മുന്നോട്ട് പോയപ്പോഴാണ് അറിഞ്ഞത് ഒരാൾക്ക് 50 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളെന്ന്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം പോകേണ്ടത്. അവിടെ നിന്ന് 1 കിലോമീറ്റർ പോയാൽ ത്രിവേണി സംഗമമാണ്. ബലി, പൂജാ കർമ്മങ്ങളൊക്കെ പ്രസിദ്ധമായ സംഗമ സ്ഥലമായിരുന്നു അത്. 2 ത്രിവേണി സംഗമം ഇവിടെ ഉണ്ട് കേട്ടോ. ഒന്ന് ഇതും മറ്റൊന്ന് തലക്കാടും. ടൂറിനൊക്കെ വരുന്നവർക്ക് തലക്കാടുള്ള ത്രിവേണി സംഗമമായിരിക്കും പ്രസിദ്ധം. ഇവിടെ നിന്നൊരു 13 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഞങ്ങളുടെ ഈ ട്രിപ്പിൻ്റെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക്, ബാൽമുരി വാട്ടർഫാളിലേക്ക് എത്താം. ഒരു വലിയ ക്ഷേത്രത്തിന് മുന്നിലായിരുന്നു ഈ മനുഷ്യനിർമ്മിത വെള്ളച്ചാട്ടം. കന്നഡ ഭാഷയിൽ ബാല എന്നാൽ വലത് എന്നും മുരി എന്നാൽ തിരിവ് എന്നുമാണ് അർത്ഥം. നദി നേരിയ തോതിൽ വലതുവശത്തേക്ക് ഒഴുകുന്നതിനാലാണ് ഈ അണക്കെട്ടിന് ബാൽമുരി എന്ന പേര് ലഭിച്ചത് എന്നാണ് പറയുന്നത്. വളരെ മനോഹരമാണ് ഈ വെള്ളച്ചാട്ടം. വർഷം മുഴുവൻ വിനോദസഞ്ചാരികൾക്ക് തുറന്നിട്ടിരിക്കുന്ന ഈ വെള്ളച്ചാട്ടം മാർച്ച് മുതൽ ആഗസ്റ്റ് വരെയാണ് ഏറ്റവും ആസ്വാദ്യകരമായ സമയം. ഈ മാസങ്ങളിൽ താരതമ്യേന ജലനിരപ്പ് കുറവായതിനാൽ വെള്ളത്തിലിറങ്ങി കളിക്കാനും കുളിക്കാനും ഒക്കെ സുരക്ഷിതമാണ്. ടിപ്പുവിൻ്റെ ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിൽ ഇനിയും ഒരുപാട് സ്ഥലങ്ങളും കാഴ്ചകളും ഒക്കെ ഉണ്ട്. അതെല്ലാം മറ്റൊരു വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.